ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 9 അവസാനത്തെ പേജാണിത്. ഈ എക്സസൈസ് ചെയ്യുന്നതോടെ ഈ പാഠം ഇൻഷാ അല്ലാഹ് അവസാനിക്കും. അപ്പോൾ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രാക്കറ്റിൽ കൊടുത്ത നാത്ത് അലിഫ് ലാം ഉണ്ടെങ്കിൽ അലിഫ് ലാം ഇടണം, അലിഫ് ലാം ഇല്ലെങ്കിൽ അലിഫ് ലാം ഇടരുത്. അങ്ങനെ നമ്മൾ കുറേ ഉദാഹരണങ്ങൾ ചെയ്തു. അതിലെ അവസാനത്തേതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ സെൻറ്റൻസ് 11ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ലിമൻ ഹാദിഹി സയ്യാറത്തു, ഈ കാർ ആരുടേതാണ്? അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്ത വിശേഷണം ജമീലത്തുൻ എന്നാണ്, ജമീലത്തുൻ. അപ്പോൾ ഇവിടെ അലിഫ് ലാം ഇടണോ വേണ്ടേ? കാരണം എങ്ങനെ മനസ്സിലാകാം? ലിമൻ ഹാദിഹി സയ്യാറത്തു, ഹാദിഹി എന്താ? ഇസ്മു ഇഷാര. ഇസ്മു ഇഷാരയ്ക്ക് ശേഷം സയ്യാറത്ത് എന്നുള്ള ഇസ്മിന് അലിഫ് ലാം വന്നു. അപ്പോൾ അതെന്താ? ബദൽ. അപ്പം ബദൽ വന്നുകൊണ്ട് അലിഫ് ലാം വന്നു. അപ്പം അതിൻ്റെ വിശേഷണമായ ജമീലത്തുൻ എന്താകണം? അലിഫ് ലാം വന്ന് അൽ ജമീലത്തു എന്നായിരിക്കണം അല്ലേ? നമ്മൾ പഠിച്ചതാ. അപ്പോൾ എങ്ങനെ പറയാം? ലിമൻ ഹാദിഹി സയ്യാറത്തുൽ ജമീലത്തു. ഓക്കെ. അപ്പോൾ അലിഫ് ലാം വന്നു, അലിഫ് ലാം വന്നു. സയ്യാറത്ത് മുഅന്നസ്, ജമീലത്ത് മുഅന്നസ്. സയ്യാറത്ത് ഒറ്റക്കാർ, ജമീലത്ത് ഒറ്റക്കാർ. സയ്യാറത്ത് മർഫൂ, ജമീലത്ത് മർഫൂ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവസാനത്തത് ഇഖ്റ ആണ്, വായിക്കുക. ഓക്കെ. പക്ഷെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഹല്ലും ചെയ്യാം, ഗ്രാമറും പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അല്ല, ഇസ്മ മൗസൂലാണ്. ഇസ്മ മൗസൂൽ എന്ന് പറഞ്ഞാൽ, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, പേര്, നാമം. മൗസൂൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന. അപ്പോൾ ബന്ധിപ്പിക്കുന്ന നാമം, അതാണ് ഇസ്മ മൗസൂൽ. അപ്പോൾ അത്വാലിബു അല്ലജി ഖറജ മിനൽ ഫസ്ലി അൽ ആന മിൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ. അപ്പം നമുക്ക് ബാക്കോട്ട് പോകാം. അല്ലസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഇസ്മ മൗസൂലാണ്. അതിന് ശേഷം വരുന്നത് സിലത്തുൽ മൗസൂലാണ്. ഇസ്മുൽ മൗസൂലിന് ശേഷം വരുന്നത് സിലത്തുൽ മൗസൂലാണ്. പിന്നെയാണ് ഖബർ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ വീണ്ടും പഠിക്കും. അപ്പം പ്രയാസപ്പെടുന്നവർ ബേജാറാകേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലസി എന്ന് പറഞ്ഞാൽ ഒരുവൻ അല്ലെങ്കിൽ യാതൊരുവൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിഭാഷ. പക്ഷെ അല്ലസിക്ക് ശേഷം ഒരു ഫീല് വന്നാൽ, ഇപ്പോൾ ഇവിടെ ഹറജ വന്നു. അപ്പോൾ ഹറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അപ്പോൾ അല്ലസി ഹറജ എന്ന് പറഞ്ഞാൽ മിക്കവാറും പരിഭാഷ വരെ പുറപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കോട്ട് പരിഭാഷപ്പെടുത്താം. ഇന്തോനേഷ്യ മുതൽ ബാക്കോട്ട് പോകാം. ഇന്തോനേഷ്യയിൽ നിന്ന് ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടവനായ ആ വിദ്യാർത്ഥി. അപ്പോൾ അത്വാലിബു അല്ലദി ഖറജ മിനൽ ഫസ്ലി അലാന മിൻ ഇന്തോനേഷ്യ. മിൻ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നിന്നാണ്. അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. മിനൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ നിന്ന്. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അല്ലദി ഒരുവൻ. അപ്പോൾ അല്ലദി ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവൻ. ഓക്കെ. ബുദ്ധിയുള്ള അവർക്ക് അല്ലസി വന്നാൽ പുറപ്പെട്ടവൻ, അങ്ങനെ മിക്കവാറും അർത്ഥം വരാം, പരിഭാഷ വരാം. അത്വാലിബു ആ വിദ്യാർത്ഥി. അപ്പോൾ അത്വാലിബു മുബ്തദഉൻ മർഫൂൻ. അല്ലസി എന്താ? ഇസ്മ മൗസൂൽ. അല്ലസി എന്താ? ഇസ്മ മൗസൂൽ. ഖറജ മിനൽ ഫസ്ലി അൽ ആന, അതാണ് സിലത്തുൽ മൗസൂൽ. ഖറജ മിനൽ ഫസ്ലി അൽ ആന, ഇതാണ് സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ. മിൻ ഹർഫുജർ ഇന്തോനേഷ്യ ഇസ്മ മജ്റൂർ. ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. ഓക്കെ. ശരിക്ക് ജുംല മുഫീദയാകാൻ, ജുംല ഇസ്മിയ ആകാൻ എന്തേ വേണ്ടു? മുബ്തദയും ഖബറേ വേണ്ടു. അപ്പോൾ ഇവിടെ മുബ്തദ എന്താ? അത്വാലിബു. ഖബർ എന്താ? മിൻ ഇന്തോനേഷ്യ. വിദ്യാർത്ഥി ഇന്തോനേഷ്യയിൽ നിന്നാണ്. വിദ്യാർത്ഥി ഇന്തോനേഷ്യയിൽ നിന്നാണ്. അപ്പോൾ അത്വാലിബു മുബ്തദഉൻ മർഫൂൻ മിൻ ഹർഫുജർ
ഇന്തോനേഷ്യ ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല, ഖബർ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാണ് ആ വിദ്യാർത്ഥിയെക്കുറിച്ച്. എന്താ പറയുന്നത്? ആ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ ആ വിദ്യാർത്ഥി. അതാണ് നമുക്ക് എക്സ്ട്രാ വിവരങ്ങൾ തരുന്നത്. അത് ജുംല മുഫീദൊക്കെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് തരാണ്. ഇവിടെ അല്ലസിയാണ് ഇസ്മ് മൗസൂൽ. അല്ലസിയാണ് ഇസ്മ് മൗസൂൽ. ഖറജ മിനൽ ഫസ്ലി അലാനയാണ് സിലത്തുൽ മൗസൂൽ. ഇസ്മ മൗസൂൽ വന്ന ഉടനെ സിലത്തുൽ മൗസൂൽ ഉണ്ടാവും. ബാറക്കല്ലാഹു ഫീക്. മുലാഫ് വന്ന ഉടനെ മുലാഫിലെ മജ്റൂർ ഉണ്ടാവും. ഹർഫു ജർ വന്ന ഉടനെ ഇസ്മ മജ്റൂർ ഉണ്ടാവും. നാത്തുണ്ടോ കൂടെ മന്നൂത്ത് ഉണ്ടാവും. പിന്നെ ലർഫ് വന്നോ അതിൻ്റെ ഇപ്പുറം ഇസ്മ ഉണ്ടെങ്കിൽ അത് മുലാഫിലെ മജ്റൂർ ആയിരിക്കും. ലർഫുണ്ടോ അതിൻ്റെ ഇപ്പുറം ഇസ്മ ഉണ്ടെങ്കിൽ മുലാഫിലെ മജ്റൂർ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബാറക്കല്ലാഹു ഫീക്കും നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഇസ്മ മൗസൂൽ വന്നോ അല്ലദി, ഉടനെ അതിന് ശേഷം സിലത്തുൽ മൗസൂൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അല്ലദിക്ക് ദ്വിവചനുണ്ട്, ബഹുവചനുണ്ട്. അല്ലസി മുസക്കറാണ്, അല്ലദിക്ക് മുഅന്നസ് ഉണ്ട്, അത് വേറെ പദമാണ്. ആ മുഅന്നസിന് ദ്വിവചനുണ്ട്, ബഹുവചനുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ഇപ്പോൾ മുഫ്രദായ ഏകവചനായ മുസക്കറായ അല്ലസിയാണ് പഠിക്കുന്നത്. ഈ അല്ലസി എന്തും കൂടിയാണ്? മാരിഫയാണ്, ഇസ്മാണ്. അതുകൊണ്ട് ഇസ്മ മൗസൂൽ എന്ന് പറയുന്നത് മാരിഫയും കൂടിയാണ്. ഇനി അടുത്തത് നോക്കൂ, അൽ കിതാബു. അപ്പോൾ ബുദ്ധി ഇല്ലാത്തതാണ്. ബുദ്ധി ഇല്ലാത്തത് വരുമ്പോൾ നമ്മൾ അല്ലസീനെ എങ്ങനെ പരിഭാഷപ്പെടുത്താൻ നോക്കാം. മിക്കവാറും എങ്ങനെ പരിഭാഷ വരാൻ നോക്കാം. അൽ കിതാബു അല്ലദി അലൽ മക്തബി ലിൽ മുദർരിസി. അൽ കിതാബു അല്ലദി അലൽ മക്തബി ലിൽ മുദർരിസി. ലിൽ മുദർരിസി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റേതാണ് മേശയുടെ മുകളിലുള്ള പുസ്തകം. അപ്പം ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ മിക്കവാറും ഉള്ള എന്നുള്ള അർത്ഥമാണ് അല്ലസിക്ക് വരാം, മിക്കവാറും. അപ്പോൾ അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ. അല്ലസി എന്താ? ഇസ്മ മൗസൂൽ. അപ്പോൾ ഇസ്മ മൗസൂൽ വന്ന ഉടനെ എന്ത് വരണം? സിലത്തുൽ മൗസൂൽ. അതാണ് അലൽ മക്തബി. അപ്പോൾ അലൽ മക്തബിന് അല ഹർഫുജർ, അൽ മക്തബി ഇസ്മ മജ്റൂറാണ്. പക്ഷെ ഖബറാണോ? അല്ല, ഇത് ഇസ്മ മൗസൂലിൻ്റെ ശേഷമുള്ള സിലത്താണ്. ഖബർ എന്താണ്? ലിൽ മുദർരിസി, അധ്യാപകൻ്റെതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ജുംല മുഫീദി എന്താ? അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ ലിൽ മുദർരിസി. ലി ഹർഫുജർ, അൽ മുദർരിസി ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ശുബു ജുംല, അധ്യാപകൻ്റെതാണ്. ഖബർ, ഇതാണ് ഖബർ ലിൽ മുദർരിസി. അപ്പോൾ അൽ കിതാബു ലിൽ മുദർരിസിയാണ് മുബ്തദയും ഖബറും. അതിൻ്റെ ഇടയിൽ ആ പുസ്തകത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ആ പുസ്തകം മേശയുടെ മുകളിലുള്ളതാണ്. അപ്പോൾ മേശയുടെ മുകളിലുള്ള പുസ്തകമാണ് അത് അധ്യാപകൻ്റെത്. അപ്പോൾ അല്ലദി ഇസ്മു മൗസൂൽ, അല ഹർഫുജർ, അൽ മക്തബി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല. ഖബറാണോ? അല്ല, സിലത്തുൽ മൗസൂൽ. അപ്പോൾ ഇസ്മ മൗസൂൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന നാമം. അപ്പോൾ ഇവിടെ കിതാബിനെയും അധ്യാപകൻ്റെ എന്നുള്ളതിനെ ബന്ധിപ്പിക്കുകയാണ് എന്ത്? ഈ അല്ലസി ചെയ്യുന്നത്. ഓക്കെ. കൂടുതൽ വിശദീകരണം നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അടുത്തത്, ലിമൻ ഹാദൽ കലമുൽ ജമീലു അല്ലസി അലൽ മക്തബി. മേശയുടെ മുകളിലുള്ള, ഉണ്ടോ? അല്ലസി വരുമ്പോൾ ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ മിക്കവാറും ഉള്ള എന്നുള്ള യാതൊരു വസ്തു, അതാണ് യാതൊരു വസ്തു. മേശയുടെ മുകളിലുള്ള ഭംഗിയുള്ള പേന ആരുടേതാണ്? ഭംഗിയുള്ള പേന ആരുടേതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഹല്ല് ചെയ്യുന്നില്ല, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. അടുത്തത്, അൽ ബൈത്തുൽ കബീറു അല്ലദി ഫി ദാലിക ഷാരിഇ ലിൽ വസീരി. ഷാരി എന്ന് പറഞ്ഞാൽ തെരുവ്. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അപ്പോൾ മന്ത്രിയുടേതാണ് ആ തെരുവിലുള്ള വലിയ വീട്. ഓക്കെ. അൽ ബൈത്തുൽ കബീറു എന്ന് പറഞ്ഞാൽ വലിയ വീട്. ഫി ദാലിക ഷാരി എന്ന് പറഞ്ഞാൽ ആ തെരുവിലുള്ള, ദാലിക ഷാരി ആ തെരുവ്, ഫി ഇൽ അല്ലസി ഉള്ള. ഓക്കെ. അപ്പോൾ ആ തെരുവിലുള്ള വലിയ വീട്
മന്ത്രിയുടേതാണ്. ലിൽ വസീരി. അപ്പം ബൈത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് കബീർ കൊണ്ട്. അപ്പോൾ കബീറിന് അലിഫ്ലാം ഇടണം. കബീർ മർഫു ആയിരിക്കണം. എന്തുകൊണ്ടാണ് കബീറിന് അലിഫ്ലാം ഇട്ടേ? കാരണം അൽ ബൈത്തു മുബത്തതയാണ്. മുബത്തതക്ക് അലിഫ്ലാം ഇടണം. മാരിഫയാണ്. അപ്പോൾ അൽ ബൈത്തു അല്ലിട്ടു. പിന്നെ മുബത്തത മർഫു ആണ്. അപ്പോൾ അൽ ബൈത്തു ലമ്മത്ത് വന്നു. അപ്പോൾ അൽ കബീറു എന്നായിരിക്കണം. ഓക്കെ. പിന്നെ ഇസ്മു മൗസൂൽ വരികയാണ്. ആ വീടിനെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ വിവരങ്ങൾ നമുക്ക് തരാണ്. അല്ലദി ഫി ദാലിക ഷാരി, ആ തെരുവിലുള്ള. അപ്പോൾ ഫി എന്താ? ഹർഫു ജർ. ദാലിക്ക എന്താ? ഇസ്മ് മജ്റൂർ. അപ്പോൾ ഇവിടെ ദാലിക്കൻ്റെ അടയാളം എന്താ? കസർ. കാരണം എന്താ? ഫി വന്നു. ഫി വന്ന ദാലിക്ക എന്ന മബിനിൻ്റെ അടയാളം. മബിനിക്ക് സ്വന്തമായ അടയാളമില്ല. പിന്നെയോ അത് സെൻറ്റൻസിൽ എവിടെ കിടക്കുന്നു അതുപോലെ ആയിരിക്കും അതിൻ്റെ അടയാളം. അപ്പോൾ മുബത്തതയാണെങ്കിൽ ദാലിക്ക എന്തായിരിക്കും? മർഫു ആയിരിക്കും. പക്ഷെ ഇവിടെ ദാലിക്ക മുബത്തതയല്ല. ദാലിക്കക്ക് മുമ്പ് ഫീ വന്നു. അപ്പോൾ ഫീ വന്നുകൊണ്ട് ഹർഫുജർ വന്നുള്ള ദാലിക്ക എന്തായിരിക്കും? ഇസ്മ് മജ്റൂർ. അപ്പോൾ പിന്നെന്താ? ദാലിക്ക ഷാരി. ദാലിക്ക ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ളൊരു ഇസ്മു വന്നു. അപ്പോൾ ആ ഷാരിൻ്റെ അടയാളം എന്തായിരിക്കണം? കസറായിരിക്കണം. കാരണം ദാലിക്കക്ക് എന്താണോ അടയാളം അതുതന്നെ ആയിരിക്കണം അതിന് ശേഷം വന്ന അലിഫ്ലാമുള്ള ഇസ്മ ബദൽ അതിൻ്റെ അടയാളം. അപ്പോൾ ഫി ദാലിക ഷാരി എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് സിലത്തുൽ മൗസൂൽ. അല്ലദി ഇസ്മ മൗസൂലിന് തൊട്ട് ശേഷം എന്ത് വന്നു? സിലത്തുൽ മൗസൂൽ. ലിൽ വസീരി, ലീ വന്നു ഹർഫുജർ. അപ്പോൾ അൽ വസീരി ഇസ്മ മജ്റൂർ. ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. അപ്പോൾ ഇതാണ് ഖബർ. ഫി ദാലിക ഷാരി ഫി ഹർഫുജർ ദാലിക ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് പറയരുത്. പിന്നെയോ ഈ ദാലിക ഷാരി സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ. ലി ഹർഫുജർ അൽ വസീരി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. ഇതാണ് ഖബർ. കാരണം എന്താ? അൽ ബൈത്തു ലിൽ വസീരി എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് പൂർത്തിയായി. ആ വീട് മന്ത്രിയുടേതാണ്. അൽ ബൈത്തു മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ അൽ വസീരി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. പിന്നെ എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നു? അൽ കബീറു, അതിനെ വിശേഷിപ്പിക്കുകയാണ് വീടിനെ. പിന്നെന്ത് കിട്ടുന്നു? ആ വീട് ആ തെരുവിലുള്ളതാണ്. ഓക്കെ. അതൊന്നും ജുംല മുഫീദക്ക് ആവശ്യമില്ല. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മളോട് പറയാണ്. ഏത്? വിശേഷിപ്പിച്ചിട്ടും ഈ അൽ ബൈത്തിനെയും വസീറിനെയും ബന്ധിപ്പിച്ചിട്ടും ഇസ്മ മൗസൂൽ അല്ലസി. അപ്പോൾ ബുദ്ധി ഇല്ലാത്തതിന് അല്ലസി വന്നാൽ ഉള്ള എന്ന അർത്ഥം വരാം. അപ്പോൾ വസീറിൻ്റെതാണ് ആ തെരുവിലുള്ള വലിയ വീട്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവസാനത്തത് അസ്സരീറുല്ലദി ഫി ഗുർഫത്തി ഖാലിദിൻ മക്സൂറുൻ. മക്സൂർ എന്ന് പറഞ്ഞാൽ പൊട്ടിയതാണ്. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം. അപ്പോൾ പൊട്ടിയതാണ് ഖാലിദിൻ്റെ റൂമിലുള്ള കട്ടിൽ. ഓക്കെ. ബാക്കോട്ട് പോയി നോക്കുക. പൊട്ടിയതാണ് ഖാലിദിൻ്റെ റൂമിലുള്ള കട്ടിൽ. അപ്പോൾ ഖാലിദിൻ്റെ റൂമിലുള്ള കട്ടിൽ പൊട്ടിയതാണ്. അപ്പോൾ ആ സരീറു മുബ്തദഉൻ മർഫൂൻ അല്ലസി ഇസ്മ് മൗസൂൽ. പിന്നെന്ത് വരണം? സിലത്തുൽ മൗസൂൽ ഫി ഗുർഫത്തി ഖാലിദിൻ. ഖാലിദിൻ്റെ റൂമിലുള്ള. അല്ലസിയോട് അടക്കം പരിഭാഷ എങ്ങനെ വരാം? ഖാലിദിൻ്റെ റൂമിലുള്ള. മക്സൂറുൻ പൊട്ടിയതാണ്. അതാണ് ഖബർ. അപ്പോൾ ആ സരീറു മക്സൂർ എന്ന് പറഞ്ഞാൽ ജുംല മുഫീദിയായി. ആ സരീറു മുബ്തദഉൻ മർഫൂൻ മക്സൂറുൻ ഖബറുൻ മർഫൂൻ. ഓക്കെ. പിന്നെ അതിനെക്കുറിച്ച് ആ കട്ടിലിനെ കുറിച്ച് പിന്നെ എന്താ പറയുന്നത്? ഖാലിദിൻ്റെ റൂമിലുള്ളത്. ഓക്കെ. അപ്പോൾ അല്ലസി ഇസ്മു മൗസൂൽ ഫി ഹർഫുജർ. അപ്പോൾ തൊട്ടപ്പുറം എന്താ? ഗുർഫത്തി ഇസ്മ മജ്റൂർ ഫി ഗുർഫത്തി ഖാലിദിൻ. ഖാലിദിൻ്റെ റൂം. അപ്പോൾ മുലാഫ് മുലാഫിലേ. അപ്പോൾ ഗുർഫത്തി എന്താ? ഫി വന്നുകൊണ്ട് ഇസ്മു മജ്റൂർ വഹുവ മുലാഫ്. വഹുവ മുലാഫ്. ഖാലിദിൻ മുലാഫിലെ മജ്റൂർ. ഓക്കെ. അപ്പോൾ ഗുർഫത്തു ഖാലിദിൻ എന്ന് പറഞ്ഞാൽ ഖാലിദിൻ്റെ റൂം. പക്ഷെ ഫീ വന്നുകൊണ്ട് ഗുർഫത്തു എന്താവും? ഗുർഫത്തിയാവും. കാരണം ഹർഫ് ഷെറ് വന്ന ഗുർഫത്തി. ഫി ഗുർഫത്തി ഖാലിദിൻ മുലാഫിലെ മജ്റൂർ. ഖാലിദിൻ്റെ അടയാളം എന്തായിരിക്കണം? കസറായിരിക്കണം. കാരണം ഖാലിദിൻ്റെ റൂം മുലാഫിലെ വന്നാൽ ഖാലിദിൻ മുലാഫിലെ എന്തായിരിക്കണം? എപ്പോഴും മജ്റൂറാണ്, കസറാണ്.
ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ലെസണിൽ പഠിച്ച നാഅത്ത് മന്നൂത്ത് ഒന്നും കൂടി ഈ ബോക്സിൽ ക്ലിയറായി പറയാണ്. ബൈത്തുൻ ജദീദുൻ. അപ്പോൾ ആ ബൈത്തിനെ വിശേഷിപ്പിക്കുകയാണ് ജദീദുൻ, പുതിയത്. ബൈത്തുൻ മൻഊത്തുൻ ജദീദുൻ നാത്ത്. അപ്പോൾ പുതിയ വീട് എന്ന് പറഞ്ഞാൽ ജുംല മുഫീദയല്ല, കാരണം ഇവിടെ മുബ്തദയും ഖബറും ഇല്ല. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു മുബ്തദ വന്നാൽ എന്തായുള്ളൂ, അല്ലെങ്കിൽ മുബ്തദ വന്ന രീതിയിൽ ജുംല മുഫീദയാക്കാം. ഹാദ ബൈത്തുൻ ജദീദുൻ. അപ്പോൾ ഹാദ മുബ്തദുൻ മർഫൂൻ, ബൈത്തുൻ ഖബറുൻ മർഫൂൻ, ജദീദുൻ നാത്ത്. അങ്ങനെ പറയാം, ഹാദ ബൈത്തുൻ ജദീദുൻ ജുംല മുഫീദയാക്കിയിട്ട്. ഇനി അങ്ങനെയും പറയാം, പിന്നെ മറ്റേ ഹാദ ബൈത്തുൻ ജദീദുൻ, അപ്പോഴേ ജുംല മുഫീദയാകുള്ളൂ. ഇനി അങ്ങനെയും പറയാം, അൽ ബൈത്തുൽ ജദീദു ബഈദുൻ, പുതിയ വീട് ദൂരെയാണ്. ഓക്കെ, അപ്പോൾ അൽ ബൈത്തു മുബ്തദഉൻ മർഫൂൻ, അപ്പോൾ അല്ലിടണം. ഹാദ ബൈത്തുൻ ജദീദ് എന്ന് പറയുമ്പോൾ ബൈത്തിന് അല്ലിടാൻ പാടില്ല, കാരണം ബൈത്തുൻ എന്താണ്, ഖബറാണ്. ഖബർ ഒറ്റ വാക്കിൽ വരുമ്പോൾ അല്ലിടൂല. അപ്പോൾ ഹാദ ബൈത്തുൻ ജദീദുൻ. ഇനി ബൈത്തിനെ മുബ്തദ ആക്കിയിട്ട് പറഞ്ഞാലോ, അപ്പോൾ അൽ ബൈത്തുൽ ജദീദു ബഈദുൻ, കാരണം ബൈത്ത് ഇപ്പം മുബ്തദ ആയതുകൊണ്ട് അൽ ബൈത്തു മർഫൂവായി, അല്ലും വന്നു, കാരണം മുബ്തദക്ക് അല്ലും വേണം, മർഫൂവായിരിക്കണം. അപ്പോൾ അൽ ബൈത്തുൽ ജദീദു, അപ്പോൾ ജദീദിനും തൻവീന് പോകും, അൽഫ് ലാം വരികയും ചെയ്യും. അപ്പോൾ അൽ ബൈത്തുൽ ജദീദു ബഈദുൻ. അപ്പം ബഈദുനാണ് ഖബർ, പുതിയ വീട് ദൂരെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.